അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാകുന്നു റഹ്മാൻ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ജീവിച്ചവർക്കും അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് തെമ്മാടിയായി ജീവിച്ചവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് കരുണ ചെയ്യുന്നവനാണ്. ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൻ്റെ എല്ലാ മേഖലകളും എടുത്തു നോക്കിയാൽ നമുക്ക് അവിടുത്തെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അവിടെ നീതിയുടെ നേതാവാണ്, അവിടെ റഹ്മത്തിൻ്റെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിശുദ്ധമായ ഖുർആനിൻ്റെ പ്രഖ്യാപനവും അങ്ങനെയാണല്ലോ. അള്ളാഹിൻ്റെ റസൂലിനെ അയച്ചത് റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യമായിട്ടാണെന്ന്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മല്ലാ യർഹമിന്നാസ്, നാം ജനങ്ങൾക്ക് കരുണയില്ലാത്തവരാണെങ്കിൽ, ജനങ്ങൾക്ക് കരുണ ചെയ്യാത്തൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ലാ യർഹമുഹുമുല്ലാഹ്, അള്ളാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നമ്മളിലേക്ക് നോക്കുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും എല്ലാവർക്കും കാരുണ്യം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നാം ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം, ഇർഹമു മൻ ഫിൽ അർള്, നാം ഭൂമിയിലുള്ള ജീവനുള്ള ജീവജാലങ്ങളോടെല്ലാം കാരുണ്യം ചെയ്യുക, കരുണ ചെയ്യുക. അപ്പോൾ ലോകത്തിൻ്റെ അധിപനാകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കരുണ ചെയ്യുമെന്ന് അള്ളാഹിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാം തീർത്തും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കരുണ ചെയ്യുക, എല്ലാവർക്കും കരുണ ചെയ്തുകൊണ്ട് നാം ജീവിക്കുക. ആ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്തുകൊണ്ട് എല്ലാവർക്കും റഹ്മത്ത് ചെയ്തുകൊണ്ട് നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.